കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകാൻ ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് 2018-ലാണ്. ചൈന വെല്ലുവിളിയുയർത്തുന്ന സാഹചര്യത്തിലായിരുന്നു കരാർ. 3 യൂണിറ്റുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 2 യൂണിറ്റുകൾ 2027-നകം കൈമാറാനാണ് ആലോചന. പ്രതിരോധ സംവിധാനം കൈമാറുന്നത് പല കാരണങ്ങളാൽ നീണ്ടിരുന്നു. എത്രയും വേഗം കരാർ പൂർത്തിയാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കാണ് S-400 വഹിച്ചത്. ഇതേ തുടർന്നാണ് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. കൂടുതൽ S-400 സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 2018 ഒക്ടോബറിലാണ് ഇന്ത്യ $5 മില്യൺ ഇടപാട് റഷ്യയുമായി ഒപ്പുവെക്കുന്നത്. 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനായിരുന്നു കരാർ. S-400 വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്. റഷ്യയുടെ ഏറ്റവും മികച്ച ദീർഘദൂര സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് S-400 അറിയപ്പെടുന്നത്. 600 കിലോമീറ്റർ വരെ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിയാനും 400 കിലോമീറ്റർ വരെ അകലെ വെച്ച് അവയെ തകർക്കാനും ശേഷിയുള്ളതാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനം. സുദർശൻ ചക്ര എന്നും ഇതിനെ വിളിക്കാറുണ്ട്.